എല്ലാവർക്കും നമസ്കാരം. ചെറിയ കുട്ടികളുടെ ശരീരത്ത് കാണുന്ന ചെറിയ ചെറിയ നിറവ്യത്യാസങ്ങൾ, ഏതെങ്കിലും രീതിയിലുള്ള സ്കിൻ ഇറപ്ഷൻസ്, ഇതൊക്കെ അച്ഛനമ്മമാർക്ക് ഒരുപാട് ആകുലതകൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. അതിനെപ്പറ്റി ഏതാനും വാക്കുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പൊതുവെ പ്രായം തികയാതെ ജനിക്കുന്ന കുട്ടികൾ, അതായത് മാസം തികയാതെ ജനിക്കുന്ന പ്രിമച്വർ ബേബീസ് ആൻഡ് പൊതുവെയുള്ള കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്നത്. അതായത് ഇവരുടെ ശരീരത്തിൽ ബിലിറൂബിൻ എന്ന് പറഞ്ഞ ഒരു പദാർത്ഥത്തിന്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. കാരണം അത് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവരുടെ കരളിന് ജനിച്ചുടനെ ഉണ്ടാകില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ണില് അല്ലെങ്കിൽ അവരുടെ തൊലിപ്പുറത്തൊക്കെ ഒരു മഞ്ഞ നിറം കാണും. അപ്പൊ പൊതുവെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോട്ടോ തെറാപ്പി ഒക്കെ കഴിഞ്ഞ് അതിന്റെ ലെവലൊക്കെ ഒന്ന് കൺട്രോൾ ആയിട്ടാണ് മിക്ക കുട്ടികളെയും വീടുകളിലേക്ക് വിടുന്നത്. അപ്പോൾ അച്ഛനമ്മമാർക്ക് ഇത്തിരി ടെൻഷൻ വന്നാലും പൊതുവെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് വലിയ പ്രശ്നമില്ലാതെ കടന്നു പോകും. അപ്പോൾ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്നത് വളരെ നോർമലാണ്. അതുകൊണ്ടാണ് അതിനെ ഫിസിയോളജിക്കൽ എന്ന് തന്നെ പറയുന്നത്. മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത് നിയോനേറ്റൽ ആക്നെ എന്ന് പറയും. അതായത് കുഞ്ഞുങ്ങളുടെ മുഖത്ത് വരുന്ന മുഖക്കുരു. ഇതിന് കാരണം ചില കുട്ടികളുടെ സ്കിന്നിൽ സെബം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ ഒരു ഗ്ലോയി തരുന്ന ഒരു പദാർത്ഥമാണ്. സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് കൂടുതലായിട്ട് വരുമ്പോൾ ഹെയർ ഫോളിക്കിളുകൾ ഇത് വന്ന് അടയുകയും മുഖത്ത് ആക്നെ അല്ലെങ്കിൽ മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുമാകുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ വെളുത്ത പാടുകൾ കുഞ്ഞിന്റെ മൂക്കിന്റെ തുമ്പിൽ അല്ലെങ്കിൽ കവിളിലൊക്കെ കാണുകയാണെങ്കിൽ അതിനെ മിലിയ എന്ന് പറയുന്നു. ഈ രണ്ട് കണ്ടീഷനിലും കുഞ്ഞിന്റെ ഫേസ് നല്ല വെള്ളത്തിൽ കഴുകി ഇടയ്ക്കിടയ്ക്ക് വൃത്തിയായി സൂക്ഷിക്കുക എന്നത് മാത്രം ചെയ്താൽ മതി. കാരണം ഈ കണ്ടീഷൻ എല്ലാം തന്നെ മാറുന്നതാണ്. പ്രത്യേകമായ ഒരു മരുന്നോ ഒരു എക്സ്റ്റേണൽ ആയിട്ടോ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ തൊലിപ്പുറത്ത് കാണുന്ന മറ്റൊരു കാര്യമാണ് വൈറ്റ് കളറിലെ പലതരം പാടുകൾ. അപ്പൊ ഇത് ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ച് അങ്ങനെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്കിൻ ടൈപ്പ് ഡ്രൈ ആണെങ്കിൽ അവരെ നല്ല മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗം. അതിന് നല്ല എണ്ണ തേക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു കമ്പനിയുടെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഇത് രണ്ടുമാണ് അതിനകത്ത് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ. പിന്നെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇങ്ങനെ പാടുകൾ വരാം. അപ്പോൾ അത് നമ്മൾ മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മ നല്ല ഹെൽത്തി ഡയറ്റ് കഴിച്ചിട്ട് കുഞ്ഞിനെ നന്നായിട്ട് ഫീഡ് ചെയ്യുക. കുട്ടികൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയ കുട്ടികളാണെങ്കിൽ അവർ പിക്കി ഈറ്റേഴ്സ് ആയിരിക്കും. അതായത് അവർക്ക് ഇഷ്ടമുള്ള ചില ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരു സ്വഭാവം പല കുട്ടികളിലും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മറ്റെന്തെങ്കിലുമൊക്കെ സൂത്രമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേകമായ ഭക്ഷണ രീതികൾ ഉണ്ടാക്കി ഇവർക്ക് ഉള്ളിൽ ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ല സൊല്യൂഷൻ. കാരണം നമ്മൾ ഭക്ഷണത്തിൽ കൂടി ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ഭക്ഷണത്തിൽ കൂടി തന്നെ മാറ്റുന്നതാണ് നല്ലത്. മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് ഇനി ഒട്ടും പറ്റിയില്ലെങ്കിൽ നമ്മൾ വൈറ്റമിൻ സപ്ലിമെന്റ്സ് കൊടുക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങൾ പുറത്തുപോയി കളിക്കാൻ നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക. കാരണം വൈറ്റമിൻ ഡി സൺലൈറ്റ് വഴി കിട്ടുള്ളൂ. അപ്പോൾ അവർ നന്നായിട്ട് കളിക്കട്ടെ. വെയിൽ കൊള്ളും എന്ന് പറഞ്ഞ് വിചാരിച്ചവരെ അകത്തിരുത്താതിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകാവുന്ന സ്കിൻ കംപ്ലൈന്റുകൾ തന്നെ മാറിക്കോളും. പിന്നെ ഒരു തൊലിപ്പുറത്ത് വരുന്നത് ആരും അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് മുറിവുകൾ. അപ്പോൾ അവരെന്തെങ്കിലും കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുറിവ് ഉണങ്ങി കഴിയുമ്പോൾ ഒരു വെളുത്ത പാട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണവും അതിനകത്ത് പുറകിലില്ല. അപ്പൊ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. കുഞ്ഞുങ്ങളുടെ സ്കിൻ വളരെയധികം പെട്ടെന്ന് റീജനറേറ്റ് ചെയ്യുന്ന ഒരു നേച്ചറുള്ള യങ് സ്കിന്നാണ്. അപ്പോൾ തന്നെ ആ പാട് മാറിക്കോളും. അപ്പൊ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും അച്ഛനമ്മമാരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പേടിക്കുന്നതിന് മുമ്പ്. അടുത്തൊരു രീതി എന്ന് പറഞ്ഞാൽ ചുണങ്ങാണ്. ഇപ്പൊ വീട്ടിലാർക്കെങ്കിലും ചുണങ്ങുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് ഇവർക്ക് ചുണങ്ങ് വരാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ ഉള്ള സ്കിന്നിനേക്കാളും കളർ ഒന്നെങ്കിൽ കുറവ്, വേറൊരു വ്യത്യസ്തമായ നിറത്തിലായിരിക്കും ഇത് കാണുന്നത്. വൈറ്റ് തന്നെ ആവുന്നില്ല, മറ്റൊരു കളറിലായിരിക്കും കാണുന്നത്. നല്ല ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചുണങ്ങ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ആ ഏരിയ, ഇപ്പോൾ ഇവിടെയാണ് ഇറപ്ഷൻ എങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്കിന്ന് സ്ട്രെച്ച് ചെയ്യാമെങ്കിൽ അവിടെ ഒരു സ്കെയിൽസ് പോലെ വരും, അതായത് ചെറുമ്പൽ പോലെ കാണാൻ സാധിക്കും. അതിനെ നമ്മൾ സ്കിൻ സ്ട്രെച്ച് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മളത് ചെയ്യണമെന്നില്ല, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ അവരത് കൺഫേം ചെയ്തു തരും. അപ്പോൾ ചുണങ്ങാണെങ്കിൽ തീർച്ചയായും നമ്മളൊരു ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. കാരണം അതൊരു ഓർഗാനിസം പുറത്ത് വളരുന്നതാണ്, ഇൻഫെക്ഷൻ തന്നെയാണ്. അപ്പോൾ കുഞ്ഞിന് നല്ലൊരു ചികിത്സ കൊടുക്കുക. അപ്പോൾ ഇത് വരാതിരിക്കുക എന്നുള്ള പ്രിവെൻഷൻ എന്ന് പറയുന്നത് വീട്ടിലാർക്കെങ്കിലും ചുണങ്ങുണ്ടെങ്കിൽ അവരെ ചികിത്സിപ്പിക്കുക, കുഞ്ഞുമായിട്ട് കോൺടാക്ട് ചെയ്യാതിരിക്കുക. വന്നു കഴിഞ്ഞാലും കുട്ടിയുടെ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അത് നല്ല രീതിയിലൊരു കെയർ കുഞ്ഞിന് കൊടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഉള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് വിറ്റിലിഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ടാണ്. ഇപ്പൊ കുഞ്ഞിന്റെ പൊതുവെ വിറ്റിലിഗോയിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടിപ്പിൽ നിന്നായിരിക്കും ഈ ഇറപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് തുടങ്ങി അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യും. ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല, അത് വലുതേ വരും. അപ്പോൾ ഇപ്പോൾ ചുണ്ടിന്റെ കോണറിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ കണ്ണിന്റെ എഡ്ജിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ വിരലിന്റെ അറ്റത്തു നിന്നായിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഇത് സ്പ്രെഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ പിന്നെ നല്ലൊരു സിൽവറി വൈറ്റ് കളറാണ് കാണുന്നത്. അപ്പോൾ അത് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത്. അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. പിന്നെ കോമൺ അല്ലെങ്കിലും അപൂർവമായിട്ടാണെങ്കിലും ലെപ്രസി എന്ന് പറഞ്ഞ അസുഖം എല്ലാവർക്കും അറിയാം, നമ്മുടെ കുഷ്ഠരോഗം. ആ ഒരു ഇൻഫെക്ഷൻ വരുന്ന കുട്ടികളിലും ഇതുപോലെ സ്കിൻ കളർ ചേഞ്ച് വരും. പക്ഷെ ആ സ്ഥലത്ത് നമ്മൾ തൊട്ടാൽ അവർക്ക് സെൻസേഷൻ ഉണ്ടാവില്ല, അതായത് അവരെ തൊട്ടാൽ അറിയില്ല. അങ്ങനെ കാണാം
സാധ്യതയുണ്ട്, വളരെ അപൂർവമാണ്. ബട്ട് അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് തൊലി പുറമേ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ, നിറവ്യത്യാസങ്ങൾ. പിന്നെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾ, പാല് കുടിക്കുന്ന കുട്ടികളുടെ വായിൽ ഓറൽ ത്രഷ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമ്മമാർ വിചാരിക്കും ഇനി പാല് എങ്ങാനും പാട് പോലെ ഇരിക്കുന്നതാണോ എന്ന് സംശയിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മളിത് പതിയെ ഒന്ന് റിമൂവ് ചെയ്യാൻ നോക്കിയാൽ, ഇപ്പൊ എന്തെങ്കിലും ബഡ്സോ എന്തെങ്കിലും ഒരു സംഭവം വെച്ച് ഈ വൈറ്റ് കളറിലെ സാധനം റിമൂവ് ചെയ്യാൻ നോക്കിയാൽ അത് പോകത്തില്ല. ഓറൽ ത്രഷ് ആണെങ്കിൽ അത് പോകത്തില്ല. പാലിന്റെ എന്തെങ്കിലും ഒരു അംശം കിടക്കുന്നതാണെങ്കിൽ അത് തുടയ്ക്കുമ്പോൾ പോകും. ഇങ്ങനെയാണ് നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല കുഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് എന്താ പറയാ, വേദന ഉണ്ടാവും, ചിലപ്പോൾ ഒരു പാല് കുടിക്കില്ല, ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അവർ കാണിക്കും. അപ്പോൾ ഇതും ഒരു ഈസ്റ്റ് ഇൻഫെക്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ നമ്മൾ നല്ലൊരു മെഡിസിൻ എടുക്കുക തന്നെ വേണം. അപ്പോൾ ഇത് വരാതിരിക്കാൻ ചെയ്യുന്നത് നല്ല സ്റ്റെറിലൈസ് ആയിട്ടുള്ള ചില കുട്ടികൾ ബോട്ടിൽ ഫീഡിങ് കുട്ടികളാണെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ബോട്ടിൽസ് കൊടുക്കുക. അമ്മ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആളാണെങ്കിൽ എപ്പോഴും ബ്രസ്റ്റ് നല്ല നീറ്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ വേർത്ത് അല്ലെങ്കിൽ ഓടിയോ അങ്ങനെ ചെയ്തുകൊണ്ട് വന്ന് നേരിട്ട് കുഞ്ഞിന് ഫീഡ് ചെയ്യരുത്. ഒന്ന് ക്ലീൻ ആയ ശേഷം ഫീഡ് ചെയ്യുക. ആ ഒരു ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ കേസിൽ. അതുപോലെ തന്നെ കുഞ്ഞിന്റെ വായിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് എപ്സ്റ്റീൻ ബേൾസ് എന്ന് പറയുന്നത്, അതായത് ജിഞ്ചിവൽ സിസ്റ്റം എന്ന് പറയും. അത് കുഞ്ഞിന്റെ ഈ പല്ല് വരുന്നതായിട്ടനുബന്ധിച്ച് ആ പ്രായത്തിലാണ് കാണുന്നത്. കുഞ്ഞിന്റെ മോണയോട് അടുത്തായിരിക്കും കാണുന്നത്. ചെറിയ ചെറിയ മുത്തുകൾ പോലെ, സിസ്റ്റുകൾ പോലെ കാണാം. അപ്പൊ അത് മിക്കവാറും ഒന്നുകിൽ പല്ല് മുളയ്ക്കാനുള്ളൊരു പല്ല് വരാതിരിക്കുമ്പോൾ അവിടെ ഒരു സിസ്റ്റ് പോലെ വരും. അതിനകത്ത് ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് ചെറിയ മുത്തുകൾ പോലെ കാണാം. അല്ലെങ്കിൽ പല്ലിന്റെ ടിഷ്യൂസ് എന്തെങ്കിലും ആയിരിക്കാം. കുഞ്ഞിന് ചിലപ്പോൾ വേദന ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ വേദന ഉണ്ടാവും. അപ്പൊ ഇത് മാറ്റുക എന്ന് പറയുന്നത് എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ വഴിയാണ് അത് റിമൂവ് ചെയ്ത് കളയുന്നത്. പക്ഷെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കുക, കാരണം ഇതാണ് മനസ്സിലാക്കുക. പിന്നെ ഉള്ളൊരു കുട്ടികളിൽ കാണുന്ന എല്ലാവരും ഡയപ്പർ യൂസ് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ ഡയപ്പർ റാഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ വളരെ കോമൺ ആയിട്ട് കുട്ടികളിൽ കാണും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഇത് വരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡയപ്പർ കണ്ടിന്യൂസ് ആയിട്ട് യാതൊരു രീതിയിലും മാറ്റാതെ ഒരു കുഞ്ഞിനെ ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കാതിരിക്കുക. നമ്മളത് ഇതൊക്കെ റിമൂവ് ചെയ്ത് വെക്കുക. അവർക്ക് നല്ല എയർ സർക്കുലേഷൻ കൊടുക്കുക. അപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കുഞ്ഞിനെ ഉറക്കാൻ കിടത്തുക. പിന്നെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഏരിയ ക്ലീൻ ചെയ്യുമ്പോൾ ഒരിക്കലും അവിടെ ഇട്ടിങ്ങനെ ഉരയ്ക്കാതിരിക്കുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒപ്പിയെടുക്കണം. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒപ്പിയെടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ കൂടുതൽ മുറിവ് വരാൻ സാധ്യതയുണ്ട്. നല്ലൊരു എയർ സർക്കുലേഷൻ കുഞ്ഞിന് ആ ഭാഗത്ത് കൊടുക്കുക. ഇത് ഡയപ്പർ റാഷൻ്റെ ആ സിംറ്റംസ്, ആ ഒരു വേദനയും ബുദ്ധിമുട്ടും ഒക്കെ കുറയാനായിട്ടുള്ള മെഡിസിൻസും കുഞ്ഞിന് കൊടുക്കുക. പിന്നെ വരുന്ന മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചൂടുകുരു. അത് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കാണാവുന്ന ഒരു കാര്യമാണ്. ചൂടുകുരുവും കുഞ്ഞിന് ചൊറിച്ചിലുണ്ടാവും, പ്രിക്ലി ഹീറ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മെഡിസിൻസും, കുഞ്ഞിന് നല്ല എയർ സർക്കുലേഷൻ, നല്ല വൃത്തിയിൽ ശരീരം കഴുകുക, സാധാരണ വെള്ളത്തിൽ കഴുകുക, ഇതൊക്കെയാണ് അവർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ചില കുട്ടികളുടെ സ്കിന്ന് പിന്നെ പൊതുവെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സാധാരണ കുഞ്ഞുങ്ങളെക്കാളും ഇപ്പോൾ ഒരു ഇൻസെക്ട് ബൈറ്റോ ഒരു കൊതുകടിയോ ഒക്കെ കൊണ്ടുകഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ ആ ഒരു സെൻസിറ്റിവിറ്റി കുറയ്ക്കാനുള്ള മെഡിസിൻസ് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു കുഞ്ഞിന്റെ തൊലിപ്പുറത്ത് നമുക്ക് കാണുന്നതും പെട്ടെന്ന് ഒരു എന്താണെന്നുള്ള സംശയം തോന്നാൻ സാധ്യതയുള്ളത്. ഇപ്പൊ ഇതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള മറ്റ് സ്കിൻ കംപ്ലൈൻസ് ഉണ്ട്, അത് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പൊതുവെ ഉള്ളൊരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് കുഞ്ഞിനെ നല്ല ഹൈഡ്രേറ്റ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കൊടുക്കുക, അവരുടെ ബോഡി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇപ്പോൾ സോപ്പൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും വെറുതെ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം കൊണ്ട് അവരുടെ ഫേസ് അല്ലെങ്കിൽ ബോഡി കഴുകുക. കുഞ്ഞിന് നല്ലൊരു സൺ എക്സ്പോഷർ കൊടുക്കുക, അവർ പുറത്തിറങ്ങി കളിക്കട്ടെ എന്ന് നോക്കുക, നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കൊടുക്കുക. ഇങ്ങനെയുള്ള വളരെ ജനറൽ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് കൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ മാറ്റാം. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഡ്രൈ സ്കിന്നുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ അപ്പുറവും നമുക്ക് കുഞ്ഞിന്റെ സ്കിൻ കംപ്ലൈന്റിന്റെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറോട് നമ്മൾ കൊണ്ടേ കൺസൾട്ട് ചെയ്ത് അഡ്വൈസ് വാങ്ങാവുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം വിഷയങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. താങ്ക് യു.